നമ്മുടെ പെരുന്ന പോപ്പിൻ്റെ വാ അടഞ്ഞുപോയി. ബിസ്ക്കറ്റ് ഇരിക്കുകയാണ് വായിക്കാത്ത, അല്ലെങ്കിൽ ബന്നിരിക്കുകയാണ്, ഇങ്ങനെ ബമ്മെന്നിരിക്കുകയാണ്. സുകുമാരൻ നായർ സാറേ, നിങ്ങൾ എന്താണ്? സകല പേരും, കോൺഗ്രസും ബി ജെ പിയും സകല പേരും, നിഷ്പക്ഷരും, പത്രങ്ങളും ചാനലുകളും മാധ്യമങ്ങളും എല്ലാവരും പറഞ്ഞു, കോടതിയും പറഞ്ഞു, തന്ത്രി നിരപരാധിയാണ്, തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ഒരു ത്രെഡും കിട്ടിയിട്ടില്ല, ലിങ്കും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇന്നലെ വരെ പിണറായിയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ നിങ്ങൾ, SIT നന്നായിട്ട് ഇക്കാര്യങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞ താങ്കൾ, CBI അന്വേഷണമൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ താങ്കൾ, ഒരുപാട് തലത്തിൽ പിണറായി വിജയനെയും CPM-നെയും ഇടതുപക്ഷത്തെയും സപ്പോർട്ട് ചെയ്ത താങ്കൾ, ആഗോള അയ്യപ്പ സംഗമത്തെ സപ്പോർട്ട് ചെയ്ത താങ്കൾ, എന്താണ് താങ്കളും പിണറായിയായിട്ടുള്ള കച്ചവടം എന്നുള്ളത് അറിയാൻ താല്പര്യമുണ്ട് മലയാളിക്ക്. എന്തോ ഒരു ബിസിനസ്, സംതിങ് റോങ് സംവെയർ എന്തോ ഉണ്ട്. അല്ലെങ്കിൽ ഈ തന്ത്രി അറസ്റ്റ് ചെയ്തത് അകാരണമായിട്ടാണെന്നും അശാസ്ത്രീയമായിട്ടാണെന്നും യാതൊരു തെളിവുമില്ലാതെ 45 ദിവസം വളരെ വളരെ പ്രമുഖനായൊരു തന്ത്രിയെ ജയിലിലിട്ടിരുന്നതെന്നും അത് ശരിയായില്ല എന്നും ബാക്കി പൊതുസമൂഹം മൊത്തം പറയുമ്പോൾ സുകുമാരൻ നായരും പെരുന്ന NSSും മിണ്ടാതിരിക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തല്ലോ. മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ NSSൻ്റെ പെരുന്ന കരയോഗത്തിൻ്റെ സെക്രട്ടറിയായ പ്രസിഡന്റോ മറ്റോ ആയിരുന്ന മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത മുരാരി ബാബു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിവ് കിട്ടിയതുകൊണ്ടാണ്. അതേസമയം തെളിവില്ലാതെ തന്ത്രി അകത്തിട്ടിട്ടും സുകുമാരൻ നായർക്ക് ഒരു മിണ്ടാട്ടവുമില്ല. ഇപ്പോഴാണ് എതിരാളികൾ പറയുന്നത് വളരെ കറക്റ്റായത്, NSSൻ്റെ കൂടെ നിൽക്കുന്നവരും പറയുന്നത് കറക്റ്റായത്, ഈ സുകുമാരൻ നായരെന്ന NSS ജനറൽ സെക്രട്ടറിയുടെ കൊങ്ങയ്ക്ക് പിണറായി കൊളുത്തിട്ടിരിക്കുകയാണ്. അത് ഊരിയാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ സംസാരിക്കാൻ കഴിയൂ. അല്ലാതെ എപ്പോഴാണ് കൊളുത്തൂരുന്നതെന്ന് നമുക്കറിയാൻ കഴിയില്ല. ആ കൊളുത്തിൻ്റെ അങ്ങേയറ്റത്ത് എന്താണ് കാരണമെന്നുള്ളത് നമുക്കറിയില്ല. അകത്തള വർത്തമാനങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മളത് ചാനലിൽ കൂടെ പറയാത്തത് ഒരു വലിയ സംഘടനയാണ്. മന്നത്താചാര്യൻ തുടങ്ങിയ വളരെ വലിയൊരു സംഘടനയാണ്. അത് വന്ന് മഹാരാജാവ് ഇരുന്നിടത്ത് മരപ്പൊട്ടം കയറി ഇരുന്നാലും കസേര മഹാരാജാവിൻ്റെതായതുകൊണ്ട് നമുക്ക് ഒരിക്കലും കളിയാക്കാൻ പറ്റത്തില്ല, സത്യം പറയാൻ പറ്റത്തില്ല. താങ്കൾ എന്തായാലും മരപ്പൊട്ടനാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല, ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമില്ല. മഹാരാജാവ് ഇരുന്ന കസേരയിൽ മിനിമം രാജാവായിട്ടെങ്കിലും അങ്ങിരിക്കണം, അതിൻ്റെ താഴേക്ക് പോകരുത്. അങ്ങ് മഹത് വ്യക്തിയാണ്. നായർ സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞ വലിയ മഹത്തായ ഒരു സംവിധാനത്തിൻ്റെ നേതാവാണ്. അതുകൊണ്ട് തീർച്ചയായും അങ്ങ് വാ തുറക്കണം. ഈ തന്ത്രി അറസ്റ്റ് ചെയ്തതിലുള്ള നിലപാട് അങ്ങ് പറയണം. ഇപ്പോഴും ശരിയാണോ തെറ്റാണോ? ആ നിലപാടറിയാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. ഇത് നായർമാരുടെ വിഷയമല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹ വിഷയമാണ് ശബരിമല അയ്യപ്പൻ. അതിലൊരു സമുദായത്തിൻ്റെ പ്രധാന നേതാവ് അഭിപ്രായം പറഞ്ഞു എങ്കിൽ ബാക്കി അഭിപ്രായം കൂടെ അറിയാൻ പൊതുസമൂഹത്തിന് അഭിപ്രായം അല്ലെങ്കിൽ ആഗ്രഹം, ആവേശവും ഉണ്ട്.